ഇതാണ് ബെയർ ഗ്രിൽസ്. നമ്മളിൽ പലരുടെയും കുട്ടിക്കാലം മനോഹരമാക്കി തന്ന, കണ്ണിൽ കാണുന്നതിനെയെല്ലാം പിടിച്ചു തിന്നുന്ന ഒരു റിയൽ സൂപ്പർ ഹീറോ. നമ്മൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെക്കുറിച്ചോർത്ത് അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ ബെയർ ഗ്രിൽസ് ഒരു പേടിത്തൊണ്ടൻ ആയിരുന്നു എന്നതാണ് സത്യം. കൂടാതെ വിമാനത്തിൽ നിന്നും 16,000 അടി താഴ്ചയിലേക്ക് വീണ് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തിയ ബെയർ ഗ്രിൽസിനെ എത്ര പേർക്കറിയാം? നമ്മൾ അറിയാത്ത, ആരെയും പ്രചോദിപ്പിക്കുന്ന ബെയർ ഗ്രിൽസിന്റെ കാണാക്കഥയും അദ്ദേഹത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ബെയർ ഗ്രിൽസിന് ഏറ്റവും വലിയ പേടി ഉയരങ്ങളോടായിരുന്നു. ഇതിനെ അക്രോഫോബിയ എന്നാണ് പറയുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോയിലെ പല എപ്പിസോഡും ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്ന രംഗത്തോടെ തുടങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ചെറുപ്പം മുതൽ തന്നെ ബെയർ ഗ്രിൽസിന് ഉയരങ്ങളോട് ഭയമായിരുന്നു അത്രേ. എങ്കിലും ബെയർ ഗ്രിൽസ് UK-യിലെ സ്പെഷ്യൽ ഫോഴ്സായ SAS-ന്റെ ഭാഗമായിരുന്നു. അതിനാൽ തന്നെ അവിടെയുള്ള പരിശീലനങ്ങളിൽ നിന്നും ഈ ഭയം ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിന് പാരഷൂട്ടിങ്ങിൽ നല്ല പരിചയവും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് തവണ വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടിയിട്ടുമുണ്ട്. അത്തരത്തിൽ 1996-ൽ 21-ാം വയസ്സിൽ സാംബിയയിലെ ഒരു മിഷനിടെ 16,000 അടി ഉയരത്തിൽ നിന്ന് അദ്ദേഹം ചാടുകയുണ്ടായി. പക്ഷേ ആ തവണ അദ്ദേഹത്തിൻ്റെ പാരഷൂട്ട് തുറന്നില്ല. വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടിയതിനു ശേഷം ശരിയായ സമയത്ത് തന്നെ അദ്ദേഹം പാരഷൂട്ട് തുറന്നെങ്കിലും അദ്ദേഹം വളരെ വേഗത്തിൽ താഴേക്ക് വീഴുകയാണ് ഉണ്ടായത്. അതിനിടെ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് പാരഷൂട്ട് പൂർണ്ണമായി തുറന്നിട്ടില്ലെന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കുന്നത്. പരിഭ്രാന്തനായി പാരഷൂട്ടിൻ്റെ റോപ്പുകൾ വലിച്ചുവെങ്കിലും അദ്ദേഹം മരങ്ങളിൽ തട്ടി നിലത്ത് വീഴുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. ബെയർ ഗ്രിൽസ് നിലത്ത് വീണത് പുറം തട്ടിയായിരുന്നു. വീണ ഉടൻ തന്നെ അദ്ദേഹത്തിന് ശക്തമായ വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതിനേക്കാൾ ഭീകരമായ കാര്യം എന്തെന്നാൽ ഇത്രയും ഉയരത്തിൽ നിന്ന് വീണിട്ടും അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് അനങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. വേദന സഹിക്കാതെ അവിടെ കിടന്ന് അദ്ദേഹം ഉച്ചത്തിൽ കരഞ്ഞു. കുറച്ചധികം സമയം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ഉടൻ തന്നെ അദ്ദേഹത്തെ ആഫ്രിക്കയിലെ ഒരു ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ ബെയർ ഗ്രിൽസിൻ്റെ നടുവിൽ ഡോക്ടർമാർ ഇഞ്ചക്ഷൻ വെച്ച ശേഷം പതിയെ ആ വേദന കുറഞ്ഞു. തനിക്ക് സുഖം പ്രാപിച്ചെന്ന് കരുതി അദ്ദേഹം എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഡോക്ടർ വന്ന് പറഞ്ഞത് ഇനി അദ്ദേഹത്തിന് നടക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല എന്ന്. ഇത് കേട്ടപ്പോൾ 21 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ്റെ ലോകം അന്ധകാരമായി മാറുകയായിരുന്നു. തുടർന്ന് എക്സ്റേ കണ്ടപ്പോൾ നടുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 എല്ലുകളായ T8, T10, T12 എന്നിവ പൂർണ്ണമായി തകർന്നിരിക്കുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഉയരമുള്ള പർവ്വതങ്ങൾ മറ്റും കയറിയിരുന്ന ആ ചെറുപ്പക്കാരന് ഇപ്പോൾ സ്വയം നടന്ന് ബാത്റൂമിൽ പോലും പോകാൻ കഴിയുമായിരുന്നില്ല. പാരഷൂട്ടിൽ നിന്ന് വീണ് എല്ലുകൾ ഒടിഞ്ഞതിനേക്കാൾ വേദന 1 വർഷത്തോളം ആശുപത്രിയിൽ കിടന്ന് ആ എല്ലുകൾ കൂട്ടിയോജിപ്പിക്കാൻ സഹിക്കേണ്ടി വന്ന വേദനക്കായിരുന്നു അത്രേ. സാഹസിക യാത്രകളും പുതിയ സ്ഥലങ്ങളിലേക്കുള്ള സഞ്ചാരവുമൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപകടം കഴിഞ്ഞ് 2 മാസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റവും വന്നില്ല. വേദന കൂടി വരികയായിരുന്നു. ഈ സമയം അദ്ദേഹത്തിന് ഉയരത്തോടുള്ള ഭയം വീണ്ടും വർദ്ധിക്കുകയാണുണ്ടായത്. തൻ്റെ അവസ്ഥ കണ്ട് അദ്ദേഹം കൂടുതൽ നെഗറ്റീവായി ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഒന്നും ഇഷ്ടപ്പെടാതെയായി. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടാനും കരയാനും തുടങ്ങി. പതിയെ അദ്ദേഹം ഡിപ്രഷനിലേക്ക് വഴുതി വീണു. അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ വിചാരിച്ചത് ബെയർ ഗ്രിൽസ് വളരെ പോസിറ്റീവായ ആളാണെന്നും മെൻ്റലി വളരെ സ്ട്രോങ് ആണെന്നുമായിരുന്നു. പക്ഷേ അതായിരുന്നില്ല സത്യം. 21 വയസ്സുള്ള അദ്ദേഹത്തിന് സത്യത്തിൽ പേടിയായിരുന്നു. ഇനി എങ്ങനെ ജീവിക്കുമെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ തന്നെ ഇല്ലാതാകുന്നത് അദ്ദേഹത്തിന് കാണാമായിരുന്നു. അങ്ങനെ ഒരു രാത്രി കിടക്കയിൽ കിടന്നപ്പോൾ ബെയർ ഗ്രിൽസിന്റെ ശ്രദ്ധ ഒരു ഫോട്ടോ ഫ്രെയിമിലേക്ക് പോയി. അത് മൗണ്ട് എവറസ്റ്റിന്റെ ചിത്രമായിരുന്നു. ബെയർ ഗ്രിൽസിനും അദ്ദേഹത്തിന്റെ അച്ഛനും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സ്വപ്നമായിരുന്നു മൗണ്ട് എവറസ്റ്റ് കീഴടക്കുക എന്നത്. ആ ഫോട്ടോ ഫ്രെയിമിൽ പൊടി പിടിച്ചിരിക്കുന്നത് പോലെ തൻ്റെ സ്വപ്നങ്ങളിലും പൊടി പിടിച്ചിരിക്കുന്നുവെന്ന് ബെയർ ഗ്രിൽസ് മനസ്സിലാക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ മുത്തശ്ശിയുടെ വാക്കുകൾ ഓർമ്മ വന്നത്. അവർ എപ്പോഴും പറയുമായിരുന്നു അത്രേ, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിനാണെന്നും മനുഷ്യൻ മാത്രമാണ് സ്വയം ദുഃഖിക്കാനും വിഷമിക്കാനും കാരണങ്ങൾ കണ്ടെത്തുന്നതെന്നും എപ്പോഴെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് സംഭവിക്കുന്നതെന്ന് ഓർക്കുക. ദൈവം ഒരിക്കലും തെറ്റായതൊന്നും ചെയ്യില്ലെന്നുമായിരുന്നു ആ വാക്കുകൾ. ആ സമയത്താണ് ഈ വാക്കുകളുടെ ആഴം അദ്ദേഹത്തിന് മനസ്സിലായത്. ഈ അപകടത്തിലും പരിക്കിലും അദ്ദേഹത്തിന് മരിക്കാൻ കഴിയുമായിരുന്നു.
പക്ഷേ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവം അദ്ദേഹത്തിനായി എന്തെങ്കിലും നല്ലത് കരുതിയിട്ടുണ്ടാകുമെന്ന് അദ്ദേഹം സ്വയം കരുതി. ഇതിനുശേഷം അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ചുള്ള ആങ്സൈറ്റി കുറയുകയായിരുന്നു. നടക്കാൻ കഴിയുമോ എന്നും വീണ്ടും സ്പെഷ്യൽ ഫോഴ്സിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തെ അലട്ടാതായി. ഓവർ തിങ്കിങ് കുറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് സമാധാനം ലഭിച്ചു. തൻ്റെ ശരീരത്തിന് മുൻപേ അദ്ദേഹം തൻ്റെ മനസ്സിനെ ശരിയാക്കാൻ തുടങ്ങി. മനസ്സ് ശക്തമായപ്പോൾ ശരീരവും താനെ സുഖം പ്രാപിക്കാൻ തുടങ്ങുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാനും എല്ലുകൾ വേഗത്തിൽ ചേരാനും തുടങ്ങി. പക്ഷേ പറയുന്ന പോലെ ഇതത്ര എളുപ്പമുള്ള പ്രോസസ്സ് അല്ല എന്നുള്ളതാണ് വാസ്തവം. ശേഷം അദ്ദേഹം മനസ്സിൽ സ്വപ്നം കണ്ടത് തനിക്ക് സുഖം പ്രാപിച്ചാൽ എത്രയും വേഗം മൗണ്ട് എവറസ്റ്റ് കീഴടക്കും എന്നായിരുന്നു. അതുവരെ കൃത്യമായ ലക്ഷ്യം ഇല്ലാതിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ ലക്ഷ്യം തൻ്റെ ഡിപ്രഷനെ വലിയ രീതിയിൽ കുറക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ ചുറ്റുമുള്ളവരോട് താൻ സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് കയറാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ അദ്ദേഹത്തെ അവഗണിക്കുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. അങ്ങനെ അപകടം കഴിഞ്ഞ് 3 മാസങ്ങൾക്ക് ശേഷം വേദന കുറയാൻ ആരംഭിച്ചു. 8 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ 1 വർഷം കൊണ്ട് അദ്ദേഹം ഡോക്ടർമാരുടെ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സുഖം പ്രാപിക്കുകയായിരുന്നു. പക്ഷേ ഡോക്ടർമാർ അദ്ദേഹത്തോട് സ്പെഷ്യൽ ഫോഴ്സിലേക്ക് തിരിച്ചു പോകരുതെന്ന് പറഞ്ഞിരുന്നു. ജോലിയില്ലാതിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ തൻ്റെ സ്വപ്നം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് ഏകദേശം 25 ലക്ഷം രൂപ ആവശ്യമായിരുന്നു. മൗണ്ട് എവറസ്റ്റ് കയറാനുള്ള പരിശീലനത്തിനും അതിനുവേണ്ട ഉപകരണങ്ങൾ വാങ്ങാനും വേണ്ടിയായിരുന്നു ആ പണം. അതിനുവേണ്ടി ഏകദേശം 250ഓളം കമ്പനികൾക്ക് സ്പോൺസർഷിപ്പിനുള്ള അപേക്ഷ ബെയർ ഗ്രിൽസ് അയച്ചിരുന്നു. പക്ഷേ എല്ലാ കമ്പനികളിൽ നിന്നും അദ്ദേഹം റിജക്റ്റ് ചെയ്യപ്പെട്ടു. 250 തവണ നിരസിക്കപ്പെട്ടതിന് ശേഷവും അദ്ദേഹം പിന്തിരിഞ്ഞില്ല. പലരുടെയും വാതിലിൽ മുട്ടി. പക്ഷേ ഓരോ തവണയും നിരാശ മാത്രമായിരുന്നു ഫലം. പിന്നീട് SSAFA ഫോഴ്സസ് ഹെൽപ്പ് ഓർഗനൈസേഷൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുന്നോട്ട് വരികയായിരുന്നു. അങ്ങനെ പാരഷൂട്ടിംഗ് അപകടം കഴിഞ്ഞ് 18 മാസങ്ങൾക്ക് ശേഷം 1998 മെയ് 16 അദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്തെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൗണ്ട് എവറസ്റ്റ് യാത്ര തന്നെ ഒരു വിജയഗാഥയായിരുന്നു. ഈ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അത്രേ. അദ്ദേഹം 2 തവണ മരണത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണുണ്ടായത്. എങ്കിലും 23-ാം വയസ്സിൽ മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രിട്ടീഷുകാരനായി അദ്ദേഹം മാറി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കഥ വളരെ പ്രശസ്തമായി. ആളുകൾ അദ്ദേഹത്തെ സെമിനാറുകളിൽ സ്പീക്കറായി ക്ഷണിക്കാൻ തുടങ്ങി. ബെയർ ഗ്രിൽസിനെ കുറിച്ച് നിരവധി ഡോക്യുമെൻറ്റുകൾ ഇറങ്ങി. ഒടുവിൽ ഡിസ്കവറി ചാനലിൽ നിന്ന് അദ്ദേഹത്തിന് ഒരവസരം ലഭിച്ചു. അത് അദ്ദേഹത്തിന് ലോകമെമ്പാടുമുള്ള പ്രശസ്തി നേടിക്കൊടുത്തു. അതിനുശേഷമാണ് എല്ലാവരും അദ്ദേഹത്തെ മാൻ വേഴ്സസ് വൈൽഡിലൂടെ അറിയാൻ തുടങ്ങിയത്. ഒരുപക്ഷെ നിങ്ങളും അതിൽ ഒരാളായിരിക്കും. 2006 മുതൽ 2011 വരെ 5 വർഷക്കാലം അദ്ദേഹം ഡിസ്കവറി ചാനലിൽ മാൻ വേഴ്സസ് വൈൽഡ് പ്രോഗ്രാം ചെയ്തിരുന്നു. നിലവിൽ BBC, നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി ബെയർ ഗ്രിൽസ് വർക്ക് ചെയ്തു വരുന്നു. നിലവിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഏകദേശം $25 മില്യൺ അധികമാണ്. അതായത് 200 കോടിയിലധികം ഇന്ത്യൻ രൂപ. നമ്മുടെ മനസ്സിൻ്റെ ശക്തിയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തിയെന്നും മനോധൈര്യമുണ്ടെങ്കിൽ ഏത് ലക്ഷ്യത്തിനും വഴികൾ തുറന്നു കിട്ടുമെന്നതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ബെയർ ഗ്രിൽസിൻ്റെ ജീവിതം. മുഹമ്മദ് അലി പറഞ്ഞതുപോലെ ഡോണ്ട് ക്വിറ്റ്, സഫർ നൗ ആൻഡ് ലിവ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ആസ് എ ചാമ്പ്യൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.